എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 29 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നാളത്തെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, ബാങ്കുകൾ മാർച്ച് മാസത്തിൽ നാളത്തോട് കൂടിയിട്ട് പ്രവർത്തനം അവസാനിക്കും. പിന്നെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയ്ക്ക് ശേഷം വീണ്ടും 2 ദിവസത്തെ അവധി ഉണ്ടാകും. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പ്രവൃത്തി ദിവസം ആയതിനാൽ ബാങ്കുകളിൽ നിന്നും ഇടപാടുകൾ നടക്കില്ല. തിങ്കളാഴ്ച ദിവസം പെരുന്നാളാണ് എങ്കിൽ അന്ന് ബാങ്ക് അവധിയായിരിക്കും. ഇനി ചൊവ്വാഴ്ചയാണ് പെരുന്നാൾ എങ്കിൽ തുടർച്ചയായിട്ടുള്ള 3 ദിവസമായിരിക്കും ബാങ്ക് അവധി ഉണ്ടാകുക. അപ്പോൾ ബാങ്ക് ഇടപാടുകൾ നടത്താൻ ഉള്ള ആളുകൾ നാളെ തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാങ്കിംഗ് നിയമത്തിൽ ഏപ്രിൽ മുതൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്, നിക്ഷേപങ്ങളിലും ലോക്കറുകൾക്കും നോമിനികളെ ഇനി 4 പേരെ വയ്ക്കാം. ഇതിനായി ബാങ്കിംഗ് ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും പാസാക്കി. രാഷ്ട്രപതി അനുമതി നൽകിയതോടെ ബിൽ നിയമമായി മാറി. മരിച്ചുപോയവരുടെ അവകാശികൾ ഇല്ലാതെ നിക്ഷേപങ്ങൾ ബാങ്കുകളിൽ പെരുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. ലോക്സഭയിൽ മുമ്പ് പാസാക്കിയ ബില്ലാണ് രാജ്യസഭയിൽ ഇപ്പോൾ പാസ്സായത്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട 1934 RBI നിയമം, 1949 ബാങ്കിംഗ് നിയന്ത്രണ നിയമം, 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം, 1970 1980 ബാങ്കിംഗ് കമ്പനീസ് നിയമം എന്നിവയിലാണ് ഇതടക്കമുള്ള ഭേദഗതികൾ നടപ്പിലാക്കിയത്. നിലവിൽ ലോക്കർ, ഡിപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങിയവക്ക് ഒരു നോമിനിയാണ് അനുവദിച്ചിരുന്നത്. ഭേദഗതി വന്നതോടു കൂടിയിട്ട് അത് ഇനി 4 പേരെയാക്കി ഉയർത്താനാകും. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായി സംസ്ഥാന ഭക്ഷ്യമന്ത്രി GR അനിൽ കൂടിക്കാഴ്ച നടത്തി. റേഷൻ കാർഡ് മസ്റ്ററിംഗിനുള്ള കാലാവധി മെയ് 31 വരെ ദീർഘിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിവേദനവും നൽകി. സംസ്ഥാനത്തെ കാർഡുടമകളിൽ 94% പേരും നിലവിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉൾപ്രദേശങ്ങളിൽ ഉള്ളവരും ശാരീരിക വൈകല്യമുള്ളവരുമാണ് മസ്റ്ററിംഗിന് ഇനി ബാക്കിയുള്ളത്. പരമാവധി റേഷൻ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് നടത്തി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. ഇത് സംബന്ധിച്ച് സെക്രട്ടറി തല ചർച്ച നടത്തി ആവശ്യമെങ്കിൽ സമയം ദീർഘിപ്പിക്കുന്നത് പരിഗണിക്കാം എന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയതായും ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. റേഷൻ കടക്കാർക്കുള്ള കമ്മീഷൻ, ചരക്കുകൂലി, കയറ്റുകൂലി തുടങ്ങിയവ വിതരണം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ പുതുതായി നടപ്പിലാക്കിയ SNA സ്പർശ് എന്ന പണമിടപാട് സംവിധാനത്തിന്റെ പോരായ്മയെക്കുറിച്ചും കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചു. പുതിയ പരിഷ്കാരം മൂലം റേഷൻ വ്യാപാരികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാൻ 4 മുതൽ 5 ദിവസം വരെ കാലതാമസം വരുന്നുണ്ട്. അതിനാൽ പഴയ പേയ്മെന്റ് സംവിധാനമായ SNA പുതുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ മാസത്തെ റേഷൻ നാളത്തോട് കൂടിയിട്ട് അവസാനിക്കുന്നതാണ്. നീട്ടി നൽകാൻ സാധ്യതയില്ല. ഇനി ആരെങ്കിലും വാങ്ങാനുള്ളവർ നാളെ തന്നെ പോയിട്ട് വാങ്ങുക. ഏപ്രിൽ മാസത്തിൽ നീലവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഓരോ രൂപ സെസ് ഏർപ്പെടുത്തുന്നതായിരിക്കും. മറ്റൊരു അറിയിപ്പ്, ഏപ്രിൽ 1 മുതൽ വൈദ്യുതി ചാർജ് കൂടും. യൂണിറ്റിന് ശരാശരി 12 പൈസ വെച്ചാണ് വർധനവ്. കഴിഞ്ഞ ഡിസംബറിൽ റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്ക് വർധനവാണ് ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരുന്നത്. 2027 വരെയുള്ള വൈദ്യുതി നിരക്കാണ് ഡിസംബറിൽ റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തെ നിരക്ക് ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ശരാശരി 12 പൈസ വെച്ചാണ് വർദ്ധിക്കുന്നത്. ഇത് മാത്രമല്ല, ഫിക്സഡ് ചാർജ് 5 മുതൽ 30 രൂപ വരെ വിവിധ സ്ലാബുകളുടെ അടിസ്ഥാനത്തിൽ കൂടും. 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ദൈമാസ ബില്ലിൽ ഫിക്സഡ് ചാർജ് 32 രൂപയാണ് കൂടുക. 357.28 കോടി അധിക വരുമാനമാണ് KCB ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ മാസം തോറും യൂണിറ്റിന് 7 പൈസ വെച്ച് ഇന്ധന സർചാർജും ഈടാക്കും. വെള്ളക്കരത്തിൽ കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരം 5% വർധനമാണ് ഉണ്ടാകുക. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇത് ഒഴിവാക്കിയിരുന്നു. ഇത്തവണ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവൊന്നും വന്നിട്ടില്ല. അതിനാൽ നിരക്ക് വർധനവ് ഉണ്ടെന്നാണ് ജല അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ നൽകിയ വിവരം. അങ്ങനെയെങ്കിൽ 3.5 മുതൽ 60 രൂപ വരെയാണ് വെള്ളത്തിന്റെ വില കൂടുക. 18 വയസ്സ് പൂർത്തിയാകാതെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാതെ വാഹനവുമായി റോഡിലിറങ്ങുന്ന കുട്ടി ഡ്രൈവർമാർ ശ്രദ്ധിക്കുക. നിയമം ലംഘിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായാൽ പിന്നെ 25 വയസ്സ് തികഞ്ഞ് ലേണേഴ്സ് ലൈസൻസിന് യോഗ്യത ഉണ്ടാവൂ എന്നാണ്
മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. മധ്യവേനൽ അവധിക്കായി വിദ്യാലയങ്ങൾ അടക്കുന്നതിനാൽ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും മുതിർന്ന സുഹൃത്തുക്കളുടെയും ഒക്കെ പേരിലുള്ള വാഹനങ്ങളുമായി കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള സാധ്യത കൂട്ടുന്നതിനാലാണ് ഈ മുന്നറിയിപ്പ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനവുമായി റോഡിലിറങ്ങി അപകടത്തിൽ പെടുന്നതും മരിക്കുന്നതും കൂടി വരുന്നത് കണക്കിലെടുത്താണ് 2019 മോട്ടോർ വാഹന നിയമം പരിഷ്കരിച്ചപ്പോൾ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ബാല ഡ്രൈവിംഗിന് ശിക്ഷ കടുപ്പിച്ചത്. വാഹനം ഓടിച്ച കുട്ടിക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ശിക്ഷ ലഭിക്കും. ബുധനാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇതിനകം തുക എത്തിയത്. കയ്യിൽ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ നാളെ മുതൽ വീണ്ടും പെൻഷൻ എന്നൊക്കെ കാണുമ്പോൾ പല ആളുകളും ഇനി അടുത്തത് ഈ ഒരു മാസം തന്നെ വീണ്ടും പെൻഷൻ ലഭിക്കുമോ? അങ്ങനെയൊന്നുമില്ല. കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പകുതി ആളുകൾക്ക് മാത്രമേ സംസ്ഥാനത്ത് പെൻഷൻ ലഭിച്ചിട്ടുള്ളൂ. ഇനിയും 26 ലക്ഷത്തോളം ആളുകൾ പെൻഷൻ കാത്തിരിക്കുകയാണ്. അവരുടെ കയ്യിലാണ് പെൻഷൻ കാത്തിരിക്കുന്നത്. അവർക്കുള്ള വിതരണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ബാങ്കിലെത്തിയ ആളുകൾ ഇനിയും പെൻഷൻ വരും എന്ന് കരുതിയിരിക്കരുത്. ഇനി ഏപ്രിൽ മാസത്തിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കയ്യിൽ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ്. അപ്പോൾ നാളെ മിക്കവാറും ആളുകൾക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. ട്രഷറി മുഖാന്തരം പണമെത്തി ലിസ്റ്റ് എത്തി അത് വേർതിരിക്കേണ്ട ഒരു താമസം കൊണ്ടാണ് കുറച്ച് താമസം ഉള്ളത്. എന്തായാലും ആ ഒരു തുക വിതരണം നാളെ മുതൽ ആരംഭിക്കും. പിന്നെ ഞായറാഴ്ച അവധിയാണ് എങ്കിൽ പോലും ഇതിന്റെ ജീവനക്കാരുടെ കയ്യിൽ പണം എത്തിക്കഴിഞ്ഞാൽ അവർ ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും അതിന്റെ വിതരണം നടത്താറുണ്ട്. അപ്പൊ 4-ാം തീയതി വെള്ളിയാഴ്ചക്ക് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിലുള്ളത്. എന്തായാലും പെൻഷൻ വിതരണം നാളെ മുതൽ തന്നെ കയ്യിലും ആരംഭിക്കുകയാണ്. കേന്ദ്ര വീതം 300, 200, 500 ഒക്കെ കുറവുള്ള ആളുകൾക്ക് അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 300 പല ആളുകൾക്കും ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിരുന്നു. വ്യാപകമായിട്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ ഈ മാസത്തേത് നേരത്തെ വിതരണം ചെയ്തോ എന്നൊന്നും സംശയിക്കേണ്ടി വരും. അതോ അതിനു മുമ്പ് കിട്ടാത്തതാണോ എന്നുള്ളതും താഴെ കമന്റ് ആയിട്ട്, അങ്ങനെ കിട്ടിയിട്ടുള്ള ആളുകൾ താഴ്ന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 30-ാം തീയതിയോടുകൂടി റംസാൻ ഫെയറുകളുടെ പ്രവർത്തനം അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. 40% വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. 285 രൂപ വിലയുള്ള വെളിച്ചെണ്ണ 232 രൂപക്ക് ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി അരികൾക്കും 30-40 രൂപയുടെ വിലക്കുറവുണ്ട്. മസാല പൊടികൾ, അതുപോലെ തന്നെ വലിയ ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം വിലക്കുറവിൽ ലഭിക്കും. 13 സബ്സിഡി സാധനങ്ങളും ലഭിക്കുന്നതാണ്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട സപ്ലൈകോ സ്റ്റോറുകളാണ് ഫെയറുകളായിട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ഫെയറുകൾ അധികമായിട്ട് ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇത് പരമാവധി റേഷൻ കാർഡുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല ഈ മാസത്തെ റേഷൻ അവസാനിക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ, അതായത് 2 ദിവസമാണ് അവശേഷിക്കുന്നത്. നമുക്ക് 30-ാം തീയതി ഞായറാഴ്ചയാണ് വരുന്നത്. ബാക്കി 2 ദിവസം നാളെയും അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയും മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉണ്ടാകുക. നീട്ടി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വാങ്ങാത്ത ആളുകൾ ഇത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മസ്റ്ററിങ്ങിന് 31-ാം തീയതി വരെയാണ് സമയം നൽകിയിട്ടുള്ളത്. മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് റേഷൻ കാർഡിൽ നിന്ന് പുറത്താവുന്ന കാര്യം ഉണ്ടാകും. റേഷൻ കാർഡിൽ നിന്ന് പേര് നീക്കും, അരിയും വെട്ടും. അപ്പം ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ അത് നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അതുവരെ ബൈ.